വിശദമായ വാർത്തകളിലേക്ക്. ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ 2 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. അധ്യാപകരായ പ്രവീൺ, ദിബിൻ എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം. വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലിന്റെ ഇടക്കാല ജാമ്യം ഹൈക്കോടതി സ്ഥിരപ്പെടുത്തി. അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി. ജസ്റ്റിസ് എബ്രഹാം മാത്യുവിന്റെ ബെഞ്ചാണ് പ്രതികളുടെ ജാമ്യ ഹർജിയിൽ വാദം കേട്ട് വിധി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ജിഷ്ണുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിൽ കോളേജ് മാനേജ്മെന്റ് പീഡിപ്പിക്കുന്നതായി വ്യക്തമായിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിൽ ജിഷ്ണുവിന്റെയും സഹപാഠികളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. പ്രിൻസിപ്പലിന്റെ മൊഴി ദഹിക്കുന്നതല്ല. മൊഴികളെല്ലാം തള്ളിയ കോടതി പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് കണ്ടെത്തി. അതിനാൽ പ്രതികളെ ജയിലിലടക്കേണ്ട സാഹചര്യമില്ലെന്നും മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. അധ്യാപകരായ പ്രവീൺ, ദീപൻ എന്നിവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലിന് കഴിഞ്ഞ ദിവസം അനുവദിച്ച ഇടക്കാല ജാമ്യം സ്ഥിരപ്പെടുത്തി. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്യരുതെന്നറിയിച്ച കോടതി കോപ്പിയടിയുമായി ബന്ധപ്പെട്ട 1 മണിക്കൂർ ചോദ്യം ചെയ്യാനും പോലീസിന് അനുമതി നൽകി. പ്രതികളായ പ്രവീണും ദീപനും ഒളിവിലാണ്. ഗൂഢാലോചന, ആത്മഹത്യാ പ്രേരണ, വ്യാജരേഖയുണ്ടാക്കൽ, ഭീഷണി, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ശക്തിവേൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. കേസിൽ 1ഉം 2ഉം പ്രതികൾ നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. DGP ഓഫീസിന് മുന്നിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മകൻ മരിച്ച അമ്മയുടെ നിർഭാഗ്യകരമായ അവസ്ഥയെ മറ്റു ചിലർ രാഷ്ട്രീയമായി ഉപയോഗിച്ചു. മഹിജയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. KM ഷാജഹാനോട് തനിക്ക് യാതൊരുവിധ വ്യക്തിവിരോധവുമില്ലെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മറുപടി നൽകി. ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിയമപരമായി ചെയ്യേണ്ടതെല്ലാം സർക്കാർ ചെയ്തു. കേസന്വേഷണത്തിൽ ജിഷ്ണുവിന്റെ കുടുംബത്തിനും പരാതികളില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ DGP ഓഫീസിന് മുന്നിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. മറ്റു ചിലർ രാഷ്ട്രീയമായി സമരത്തെ ഉപയോഗിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ അമ്മയുടെ മാനസികാവസ്ഥ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ചിലർ തയ്യാറായി എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു പെട്ടെന്നങ്ങ് അവസാനിപ്പിക്കുന്ന വികാരത്തോടെയുള്ളവർ മാത്രമല്ല കളിച്ചിട്ടുള്ളത്. ആ കളി നമ്മൾ കാണാതിരിക്കരുത്. അവിടെ സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു രംഗം ഉണ്ടായി. എന്താവശ്യത്തിനാണ് ജിഷ്ണുവിന്റെ കുടുംബം ഇപ്പോൾ സമരത്തിന് പോയത്? ഏത് കാര്യമാണ് സമരത്തിലൂടെ നേടാനുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മഹിജയുമായി താൻ ഫോണിൽ സംസാരിച്ചു. അവരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിനെല്ലാം ഓരോ സമയമുണ്ടല്ലോ. ഞാൻ ഇടപെട്ടത് കൊണ്ട് മാത്രം തീരുന്നൊരു സമരമായിരുന്നില്ല അത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് അവർക്ക് വരാൻ എല്ലാ അവകാശമുണ്ടല്ലോ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന ഉറപ്പാണ് ഞാൻ അവർക്ക് നൽകിയിട്ടുള്ളത്. അക്കാര്യത്തിലൊരു മാറ്റം എനിക്കില്ല. എന്നാൽ ചില ആളുകൾ ചേർന്ന് ഇതാ എടുത്തോ നടപടി എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും ചെയ്യാത്തവർക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല. KM ഷാജഹാനോട് തനിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ടത് എന്തിനാണ്? അങ്ങനെയുണ്ടെങ്കിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നടപടിയെടുക്കുമായിരുന്നല്ലോ എന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മറുപടി നൽകി. കാനം രാജേന്ദ്രൻ ജിഷ്ണുവിന്റെ കുടുംബത്തെ കാണാൻ പോയി എന്നത് ശരിയാണ്. എന്നാൽ സമരം അവസാനിപ്പിച്ചത് കാനമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സമരത്തിന്റെ സൂത്രധാരൻ ജിഷ്ണുവിന്റെ അമ്മാവൻ എന്ന് പറയുന്ന ആളാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. DGP ആസ്ഥാനത്തെ സംഘർഷത്തെ തുടർന്ന് അറസ്റ്റിലായ 5 പ്രതികൾക്കും ജാമ്യം. KM ഷാജഹാൻ, ഷാജിർ ഖാൻ, മിനി, ഹിമവൽ ഭദ്രാനന്ദ, ശ്രീകുമാർ എന്നിവർക്കാണ് ജാമ്യം. ചോദ്യം ചെയ്യലിനായി 4 മണിക്കൂർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ജാമ്യാപേക്ഷ പരിഗണിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ജാമ്യം അനുവദിച്ചത്. മെഡിക്കൽ പ്രവേശന നിയന്ത്രണം, സഹകരണ നിയമ ഭേദഗതി എന്നീ ഓർഡിനൻസുകൾ പ്രാബല്യത്തിൽ വന്നു. 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമാക്കിയുള്ള ഓർഡിനൻസിനും ഗവർണർ അംഗീകാരം നൽകി. മുൻ DGP രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ ഉപദേശകനായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലയാളം ഭാഷാ പഠനം നിർബന്ധമാക്കുന്ന സർക്കാരിന്റെ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമാക്കിയുള്ള ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്നത്. CBSE, ICSE സിലബസുകാർക്കും ഓർഡിനൻസ് ബാധകമാണ്. ഓർഡിനൻസ് പ്രകാരം സ്കൂളുകളിൽ മലയാളം സംസാരിക്കുന്നതിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു വിലക്കും ഏർപ്പെടുത്താൻ പാടില്ല. NOC നൽകുന്നതിന് നിർബന്ധിത മലയാള ഭാഷാ പഠനം വ്യവസ്ഥ ചെയ്യും. മലയാളം പഠിപ്പിക്കാത്ത വിദ്യാലയങ്ങളാണെങ്കിൽ ഈ നിയമം നടപ്പായതിനു ശേഷം പഠിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരുടെ NOC റദ്ദ് ചെയ്യും. നിയമത്തിലെയും ചട്ടങ്ങളിലെയും വ്യവസ്ഥ ലംഘിക്കുന്ന വിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകർക്ക് 5000 രൂപ വരെ പിഴ ചുമത്താൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നിയമം ലംഘിക്കുന്ന വിദ്യാലയങ്ങളുടെ അംഗീകാരം റദ്ദാകും. ഇതര സംസ്ഥാന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമല്ല.
നീറ്റ് അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനത്തിൽ സ്വാശ്രയ കോളേജുകളുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതിന് ജുഡീഷ്യൽ അധികാരമുള്ള കമ്മിറ്റി രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ഓർഡിനൻസും പ്രാബല്യത്തിൽ വന്നു. സ്ഥാപനം നടത്താനാവശ്യമായ ചെലവ് കണക്കിലെടുത്ത് ഫീസ് നിശ്ചയിക്കാൻ ഈ കമ്മിറ്റിക്കാണ് അധികാരം. അഡ്മിഷൻ ആൻഡ് ഫീ റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പ്രവേശനം, ഫീസ് എന്നീ കാര്യങ്ങളിൽ പരാതിയുണ്ടായാൽ അന്വേഷണം നടത്തുന്നതിന് കമ്മിറ്റിക്ക് സിവിൽ കോടതിയുടെ അധികാരം നൽകിയിട്ടുണ്ട്. ഒരു അധ്യയന വർഷം അതത് വർഷത്തെ ഫീസ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ. കൂടുതൽ ഈടാക്കുന്നത് ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്നതായി കണക്കാക്കി നടപടിയെടുക്കും. നിയമം ലംഘിച്ചുവെന്ന് ബോധ്യപ്പെട്ടാൽ സ്ഥാപനത്തിന് 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്താം. ജില്ലാ സഹകരണ ബാങ്കുകളുടെ അംഗത്വം പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾക്കും അർബൻ സഹകരണ ബാങ്കുകൾക്കുമായി പരിമിതപ്പെടുത്തുന്ന ഓർഡിനൻസും സർക്കാർ പുറപ്പെടുവിച്ചു. മുൻ ഡിജിപി രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ ഉപദേശകനായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അവധിയിൽ പോയ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തിരികെ വരുമെന്നും വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിശബ്ദ പ്രചരണത്തിന്റെ തിരക്കിലാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി MB ഫൈസലും UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയും അവസാനവട്ട വോട്ടറേയും കാണാനുള്ള തിരക്കിലാണ്. പ്രവർത്തകർ സ്ക്വാഡ് പ്രവർത്തനത്തിലും സജീവമാണ്. LDF സ്ഥാനാർത്ഥി MB ഫൈസൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി നേതാക്കളെ കണ്ട ശേഷമാണ് സ്വകാര്യ സന്ദർശനത്തിനിറങ്ങിയത്. നേരിൽ കാണാൻ വിട്ടുപോയ വോട്ടർമാരെ കണ്ടും മരണവീടുകൾ സന്ദർശിച്ചും നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലായിരുന്നു ഫൈസൽ. ഈ തെരഞ്ഞെടുപ്പിന്റെ ആഘോഷ പരിപാടികളിൽ, പൊതുയോഗങ്ങളിലെല്ലാം യുവാക്കളുടെ വലിയ പ്രാതിനിധ്യം, അതിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് സ്ക്വാഡുകളിൽ ഉൾപ്പെടെ, ഹൗസ് ക്യാമ്പയിനുകളിൽ ഉൾപ്പെടെ ആ ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പൊതുവായി കാണാൻ വേണ്ടി ഒരു യുവതരംഗം പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ മണ്ഡലത്തിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു മതേതര തരംഗമായിട്ട് വികസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി ഒരു ഇടത് തരംഗമായി മാറും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 10 മണിയോടെ പാണക്കാട്ടെത്തി നേതാക്കളെ കണ്ട കുഞ്ഞാലിക്കുട്ടി മരണവീടുകൾ സന്ദർശിച്ച ശേഷം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും എത്തി. നല്ല ആത്മവിശ്വാസമുണ്ട്. അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ഇറങ്ങി പുറപ്പെട്ടത്. ഇന്ത്യയിൽ ഇപ്പോൾ BJP ഒരു കൊടികുത്തി വാഴുന്ന സ്ഥിതിയിലാണെന്ന് അറിയാം. അപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എത്രത്തോളം ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്? ഇവിടെ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. ഞാനിതിൻ്റെ ഒരു സംഖ്യ ഇതുവരെ പറഞ്ഞിട്ടില്ല. പലരും ആദ്യം മുതൽ ചോദിച്ചെങ്കിലും നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശും അവസാന ദിനം തിരക്കിലായിരുന്നു. നില മെച്ചപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് NDA. വിട്ടുപോയ വോട്ടർമാരെ ഫോണിൽ വിളിച്ചുൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇന്ന്. ക്യാമറാമാൻ അനിൽ കല്ലേശ്ശേരിക്കൊപ്പം മലപ്പുറത്ത് നിന്നും AK ലതീഷ്. BJPയുടെ പിന്നാലെ കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പോകാൻ തയ്യാറാകില്ലെന്ന് ഉമ്മൻചാണ്ടി. പാർലമെന്റിൽ 2 സീറ്റുണ്ടായിരുന്ന BJPയെ വളർത്തിയത് CPM ആണെന്ന് മറക്കരുതെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. ഒരാളും BJP പോവില്ല. ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസ് ആണ് BJPക്കെതിരായി ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളതും ആശയ സമരങ്ങൾ നടത്തിയിട്ടുള്ളതും. നാളെ നടക്കുന്ന മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രത്യേക കേന്ദ്രങ്ങളിലാണ് വിതരണം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ വ്യാപകമായ തകരാർ വന്ന സാഹചര്യം കൂടി പരിഗണിച്ച് മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. 13.4 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർക്കായി 1775 പോളിംഗ് ബൂത്തുകളാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിയോടെ 7 നിയോജക മണ്ഡലങ്ങളിലെയും പ്രത്യേക കേന്ദ്രങ്ങൾ വഴി പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. പ്രിസൈഡിംഗ് ഓഫീസർമാരും 3 പോളിംഗ് ഓഫീസർമാരും ചേർന്നാണ് ഓരോ ബൂത്തുകളിലേക്കുമുള്ള സാമഗ്രികൾ ഏറ്റുവാങ്ങിയത്. പോളിംഗിനായി 4700ഓളം ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് വ്യാപകമായി പോളിംഗ് യന്ത്രങ്ങളിൽ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ഇത്തവണ കൂടുതൽ വോട്ടിംഗ് യന്ത്രങ്ങൾ മണ്ഡലത്തിലെത്തിച്ചിട്ടുണ്ട്. പിന്നെ EVM കമ്മീഷനിങ് സമയത്ത് നമുക്ക് രണ്ടാമത്തെ ഒരു അത് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് എനി ഇഷ്യൂ ഓർ എനിത്തിങ് ഇസ് ദെയർ ഓർ നോട്ട് ഇത് നമുക്ക് നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വീണ്ടും ഇവിടെ ECIയുടെ എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി. എനിവേസ് നാളെ ഓൾസോ നമ്മുടെ റിസർവ് ECIയുടെ എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ അത് സോൾവ് ചെയ്യും. പോളിംഗ് സുരക്ഷ ഒരുക്കുന്നതിനായി 2500 പോലീസുകാരെ മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. 4 കമ്പനി കേന്ദ്രസേനയും മലപ്പുറത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.
കോൺഗ്രസിൽ നിന്ന് പല പ്രമുഖ നേതാക്കളും BJP-യിലേക്ക് വരുമെന്ന് BJP സംസ്ഥാന വക്താവ് MS കുമാർ. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കളാണ് BJP-യിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ചർച്ചകൾ നടക്കുന്നതായും അതിനാൽ ആരാണെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും MS കുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. കോൺഗ്രസിൽ നിന്നാണ് വളരെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ BJP-യുമായി അടുക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. പല പ്രമുഖ നേതാക്കളും BJP-യുമായി ബന്ധപ്പെടാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ അത് പുറത്തു പറയുന്നത് ശരിയല്ല. അവർ വരുന്നതിന് മുമ്പ് നമ്മളത് വെളിപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. വാർത്തകളിലേക്ക്. മംഗളം ഹണി ട്രാപ്പ് കേസിൽ മാധ്യമപ്രവർത്തകരുടെ സംഭാഷണം അടങ്ങിയ ടേപ്പ് പ്രതിഭാഗം ഹൈക്കോടതിയിൽ ഹാജരാക്കിയില്ല. ടേപ്പ് ഇന്ന് ഹാജരാക്കാനായിരുന്നു കോടതി നിർദ്ദേശം. എന്നാൽ ലാപ്ടോപ്പും പെൻഡ്രൈവും മോഷണം പോയെന്ന് പ്രതിഭാഗം ആവർത്തിച്ചു. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് മംഗളത്തിൻ്റേതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. റേറ്റിംഗ് കൂട്ടുകയായിരുന്നു ചാനലിൻ്റെ ലക്ഷ്യം. 10ാം പ്രതിയായ മാധ്യമപ്രവർത്തകയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. തുടർന്ന് ചാനൽ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ത്യൻ മുൻ നാവികോദ്യോഗസ്ഥനെ പാകിസ്ഥാൻ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ അതിശക്തമായ മുന്നറിയിപ്പുമായി പാർലമെന്റ്. ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്ന് സുഷമ സ്വരാജിന്റെ മുന്നറിയിപ്പ്. യാദവിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അപഹാസ്യമെന്നും കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നും സുഷമ സ്വരാജ് പാർലമെന്റിൽ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ സാംഗ്ലി സ്വദേശിയായ കുൽഭൂഷൺ ജാദവിനെ കഴിഞ്ഞ വർഷം മാർച്ച് 3-നാണ് പാകിസ്ഥാൻ പിടികൂടിയത്. ഇന്ത്യൻ ചാരനെന്ന് മുദ്രകുത്തി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാള കോടതി. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം പാർലമെന്റിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉയർന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വധശിക്ഷ സംബന്ധിച്ച് പ്രസ്താവന നടത്തി. ജാദവിനെതിരെ തെളിവുകളൊന്നുമില്ല, നയതന്ത്ര മര്യാദകൾ പോലും പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയ സുഷമ സ്വരാജ് ഇക്കാര്യത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പും നൽകി. ജാദവിനെ വധിച്ചാൽ പാകിസ്ഥാനുമായുള്ള ഭാവി നയതന്ത്ര ബന്ധത്തെ ബാധിക്കും. ആസൂത്രിതമായ കൊലപാതകമായി കരുതേണ്ടി വരുമെന്നും സുഷമ സ്വരാജ് ആവർത്തിച്ചു. That the government and people of India would view very seriously the possibility that an innocent Indian citizen is facing death sentence in Pakistan without due process and in violation of basic norms of law, justice and international relations. I would caution the Pakistan government to consider the consequences for our bilateral relationship if they proceed on this matter. അടിയന്തര പ്രമേയമായി വിഷയം ലോക്സഭയിൽ ഉയർത്തിയ കോൺഗ്രസ് ജാദവിനെ എത്രയും വേഗം ഇന്ത്യയിൽ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ടു. തെളിവുകൾ പോലും പരിശോധിക്കാതെ വിധിക്കുന്ന ബനാന കോടതിയാണ് പാകിസ്ഥാൻ സൈനിക കോടതിയെന്ന് അസൗദ്ദീൻ ഔസിസി കുറ്റപ്പെടുത്തി. കുൽഭൂഷൺ ജാദവ് കൃത്യമായ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളയാളാണെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ചാരപ്രവർത്തനം നടത്താനാണെങ്കിൽ അങ്ങനെ സഞ്ചരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വധശിക്ഷയ്ക്കെതിരെ ദില്ലിയിലെ പാകിസ്ഥാൻ എംബസിക്ക് മുമ്പിൽ വിവിധ സംഘടനകൾ പ്രതിഷേധിക്കുകയാണ്. ഇന്ത്യ പാക് നയതന്ത്ര ബന്ധത്തെ തന്നെ ഉലയ്ക്കുകയാണ് ഈ വിഷയം. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേതലിനെ ADGP B സന്ധ്യ, IG മനോജ് അബ്രഹാം, മനോരോഗ വിദഗ്ധർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിശദമായി ചോദ്യം ചെയ്തു. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്താനുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ കൊല നടത്തിയതെന്നാണ് കേതൽ ജിൻസന്റെ മൊഴി. കോടതിയിൽ ഹാജരാക്കുന്ന കേതലിനെ തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, അതായത് വളരെ വലിയ മാനസിക രോഗത്തിന് അടിമയാണ് എന്നാണ് പൊതുവെ കേതലിനെ കുറിച്ച് ഇപ്പോൾ വരെ പ്രചരിക്കുന്നത്. എന്താണ് ഔദ്യോഗികമായ ഭാഷ്യം മൊഴിയെടുപ്പിന് ശേഷമുള്ളത്? അജിംഷാദ്, ഇപ്പോൾ മൊഴിയെടുപ്പ് വീണ്ടും ഒരു ഭാഗത്ത് തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത്യാധുനിക സംവിധാനങ്ങൾ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക റൂമിൽ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കാരണം ഈ കേതൽ പറയുന്നതനുസരിച്ച് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് താൻ ഈ കൊലപാതകം നടത്തിയത് എന്ന് പറയുമ്പോഴും ഇത് ഒരു മാനസിക രോഗമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് രാവിലെ കമ്മീഷണർ ഓഫീസിന്റെ ആസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ നടത്തിയ മാനസിക രോഗ വിദഗ്ധൻ
മെഡിക്കൽ കോളേജിലെ വിദഗ്ധൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ കേതൽ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തത്. കാരണം ഇത്തരം രോഗമുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഇത് തന്നെയാണ്, ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളിൽ മുഴുകും. മറ്റൊന്ന് ഏകാന്തത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. മറ്റൊരു തലത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുകയും മറ്റൊരു തലത്തിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി ഇവർ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായ ചികിത്സ ഇതിന് കൃത്യസമയത്ത് ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരു സൂചന ഇവർ നൽകുന്നുണ്ട്. ADGP സന്ധ്യയുടെയും IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അല്പം മുമ്പ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ 24 മണിക്കൂറിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കിയ ശേഷം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. നന്നംകോട്ടെ വസതിയിൽ കൊണ്ട് തെളിവെടുപ്പ് നടത്തണം. ഈ തെളിവെടുപ്പ് നടത്താനായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ഈ കേതൽ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. കാരണം ചില കാര്യങ്ങളിൽ വൈരുദ്ധ്യം പറയുന്നുണ്ട്. കാരണം പറയുന്നതെല്ലാം മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു സംസാര രീതി, ഒരു പ്രത്യേക സംസാര രീതി തന്നെയാണ് ഈ കേതൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അത് ആശയക്കുഴപ്പത്തിലാക്കുന്നു. അതുകൊണ്ട് മെഡിക്കൽ കോളേജിന് വിശദമായിട്ടുള്ള പരിശോധന നടത്തി മാനസിക രോഗ വിദഗ്ധരുടെ കൂടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോവുക. ശരി സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നന്തങ്കോട് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 4 പേരുടെയും കുടുംബജീവിതവും ദുരൂഹതയും വൈചിത്ര്യവും നിറഞ്ഞതാണ്. ഭക്ഷണത്തിന് മാത്രമായി 200-ലധികം വിവിധ ഇനങ്ങളിലുള്ള കോഴികളെ പ്രത്യേകം വീട്ടിൽ വളർത്തിയിരുന്ന ഇവർ പുറം ലോകവുമായി ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല. മാസങ്ങളായുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ ഗോവണിയിൽ തൂക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകളായ ഇവർ വേലക്കാരികൾക്ക് പോലും നിയന്ത്രിതമായ സ്വാതന്ത്ര്യം മാത്രമേ വീട്ടിൽ അനുവദിച്ചിരുന്നുള്ളൂ. തിരുവനന്തപുരം നന്തൻകോട് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഡോക്ടർ ജീൻ പത്മ, പ്രൊഫസർ രാജ് തങ്കം, ഇവരുടെ മകൾ കാരോളിൻ, ജീൻ പത്മയുടെ സഹോദരി ലളിത എന്നിവരുടെയും സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന കേഡൽ ജിൽസന്റെയും ജീവിത രീതികൾ ഏറെ വൈചിത്രങ്ങളും ദുരൂഹതയും നിറഞ്ഞതാണ്. 10 സെന്റിലധികം ഭൂമിയിൽ പണിതിരിക്കുന്ന ഇരുനില വീട്ടിന്റെ കാര്യത്തിൽ ആദ്യം തുടങ്ങാം. കാറ്റും വെളിച്ചവും ഈ വീട്ടിൽ അന്യമാണ്. പകൽ പോലും വീടിനു ചുറ്റും ഇരുട്ടാണെന്നതും പറയാതെ വയ്യ. വീട്ടിലെ 2ാമത്തെ നിലയിലെ വിവിധ റൂമുകളിലാണ് ഡോക്ടറുടെയും പ്രൊഫസറുടെയും മക്കളായ കാരോൾ, കേഡൽ ജിൽസൺ എന്നിവരുടെയും താമസം. ഭക്ഷണം കഴിക്കാനായി മാത്രമാണ് ഇവർ താഴേക്ക് വരാറുള്ളത്. അതും ഒരുമിച്ചുണ്ടാവില്ല എന്നതും വേലക്കാരി പറയുന്നു. ഓരോരുത്തർക്കും വേണ്ട വിഭവങ്ങൾ ജോലിക്കാരിയോട് പറയും. അത് റെഡിയായാൽ പിന്നെ ഓരോരുത്തരായി വന്ന് കഴിച്ച് റൂമിലേക്ക് മടങ്ങും. ശേഷം അടുത്ത ഭക്ഷണ സമയം. അതാണ് രീതി. ജീൻ പത്മയുടെ സഹോദരി കാഴ്ചയില്ലാത്ത ലളിതയും ജോലിക്കാരിയും താഴത്തെ നിലയിലാണ് താമസം. ഇവർക്ക് മുകളിലേക്ക് പ്രവേശനമില്ല. വേലക്കാരികൾക്ക് സ്വാതന്ത്ര്യം നിയന്ത്രിതമായിരുന്നു. ഇക്കാര്യം ഡോക്ടർ ജീൻ പത്മയുടെ ബന്ധുകൂടിയായ ശാന്തകുമാരി പറയുന്നുണ്ട്. അവർ കഴിക്കാം വരും. അപ്പോഴേക്കും സെർവൻറ്റ് വിളമ്പി കൊടുക്കും, ഭക്ഷണം കഴിക്കും, ഒരു മോളിൽ പോകും. സെർവൻസ് അവർക്ക് അടുക്കളയും കാര്യങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. 5 പേർക്ക് ഇറച്ചിയും മുട്ടയും കഴിക്കാനായി മാത്രം 200-ലധികം വിവിധ ഇനത്തിലുള്ള കോഴികളെ വീട്ടിൽ വളർത്തുന്നു. കോഴികൾക്കായി ഒരു വീട് പ്രത്യേകം നിർമ്മിച്ചിരിക്കുകയാണ്. പുറം ലോകവുമായി അച്ഛനും മക്കൾക്കും യാതൊരു ബന്ധവുമില്ല. റൂമുകളിൽ വർഷങ്ങൾ പഴക്കമുള്ള സാധന സാമഗ്രികൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. മാസങ്ങളായുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ഗോവണിയിൽ കവറുകളിലായി തൂക്കിയിട്ടിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുടിവെള്ളമില്ലാത്തതിനാൽ ദുരിതം പേറുകയാണ് എറണാകുളം ജില്ലയിലെ മുക്കത്തുകരി ആമച്ചാടി ദ്വീപ് നിവാസികൾ. മാസത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന പൈപ്പ് വെള്ളം ആവശ്യത്തിന് തികയാത്തതിനാൽ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളത്ത് നിന്ന് വെള്ളം കൊണ്ടുവന്നാണ് ഇവർ കഴിയുന്നത്. എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ പഞ്ചായത്തിൽപ്പെടുന്ന കൊച്ചു ദ്വീപുകളാണ് മുക്കത്തേരിയും ആമചാടിയും. മഴക്കുഴികളും പ്ലാസ്റ്റിക് ഷീറ്റുകൾ കെട്ടിയുണ്ടാക്കിയ സംഭരണികളുമെല്ലാം വരണ്ടതോടെയാണ് ഇവർ ബുദ്ധിമുട്ടിലായത്. ഇപ്പൊ പൈപ്പ് കണക്ഷൻ ഉണ്ട്. ഈ വീട്ടുകാർക്ക് 2-3 തൂക്കൊക്കെ കിട്ടി കഴിയുമ്പോൾ പിന്നെ നിൽക്കും. ആ വെള്ളം കൊണ്ട് എന്ത് ചെയ്യും? എല്ലാം ചെയ്യണ്ടേ. ഉപ്പ് വെള്ളം ആയിക്കഴിഞ്ഞ് നല്ല വെള്ളമാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ കായലിൽ ചെയ്യാം വെള്ളത്തിൽ. ബാക്കി കുടിവെള്ളത്തിന് എന്ത് ചെയ്യും? മാസത്തിൽ ഒരു ദിവസമൊക്കെ വന്നത്. അതും വെള്ളം 2-3 തൂക്കൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിന്നു പോകും. ഞങ്ങളുടെ ആവശ്യത്തിന് വെള്ളമില്ല. ഞങ്ങൾ പല സ്ഥലത്തും പോയാൽ കൊണ്ടുവന്നത് വെള്ളം. വേമ്പനാട്ടുകായലിനാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് എവിടെ കുഴിച്ചാലും ലഭിക്കുന്നത് ഉപ്പുവെള്ളം മാത്രം. ലഭിക്കുന്ന പൈപ്പ് വെള്ളം ഇവരുടെ ആവശ്യത്തിന് തികയുന്നില്ല. അതിനാൽ തന്നെ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപിൽ പുലർച്ചെ വഞ്ചിയുമായി എത്തിയാണ് ഇവർ വെള്ളം ശേഖരിക്കുന്നത്. വെള്ളം കൊണ്ടുവരുന്നത് ദൂരെ നിന്നായതിനാൽ സ്ത്രീകൾക്ക് അതിന് കഴിയുന്നില്ല. അക്കരെ പോയി കൊണ്ടുവരണം. അതൊക്കെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പരാതികൾ പറഞ്ഞു മടുത്തു ഇവർക്ക്. വേനൽ കടുത്തതോടെ മുക്കത്തേരി ദ്വീപിലെയും ആമചാടി ദ്വീപിലെയും പുരുഷന്മാർക്ക് ഇപ്പോൾ വെള്ളം കൊണ്ടുവരികയാണ് പ്രധാന പണി. കുടിവെള്ളം ലഭ്യമാക്കണം എന്ന അവരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. കൊച്ചിയിൽ നിന്ന് രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം സമീർ വഴങ്ങോട്.
KSFE സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത സാങ്കേതിക നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി. കിഫ്ബിയുമായി ചേർന്ന് KSEB തുടക്കാൻ ഇരിക്കുന്ന പ്രവാസി ചിട്ടിക്ക് പശ്ചാത്തലമൊരുക്കലും ലക്ഷ്യമിടുന്നു. ധനമന്ത്രി തോമസ് ഐസക് അധ്യക്ഷനായിരുന്നു. VS ശിവകുമാർ MLA, മേയർ VK പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു.